ഗുഡ് മോർണിംഗ്. കുഞ്ഞടുക്കളയിൽ എന്നത്തെയും പോലെ 5 മണിയായപ്പോൾ എഴുന്നേറ്റ് വന്ന് അടുപ്പിലോട്ട് തീ കൊളുത്തിയിട്ടുണ്ട്. ചോറിനുള്ളതാക്കിയിട്ട് നമുക്കിനി പച്ചക്കറികളൊക്കെ അരിയാൻ പോകാമേ. അപ്പോൾ ഇന്നലെ രാത്രി പ്രമോദത്തെ വന്നപ്പോഴേ മുരിങ്ങയ്ക്കയും മാങ്ങ, ക്യാപ്സിക്കം, തക്കാളിക്കൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ അതിങ്ങനെ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ പച്ചക്കറികൾ വാങ്ങിക്കുമ്പോൾ ഉപ്പുവെള്ളത്തിലിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ മഞ്ഞപ്പൊടി ഇടും കേട്ടോ. ഇന്നലെ ഉപ്പുവെള്ളത്തിലാണ് ഇട്ടത്. പിന്നെ പാൽ ഇന്നലെ രാത്രി ഫ്രീസ് ചെയ്ത് ഇട്ടിരുന്ന പാലാണ്, അതെടുത്ത് പുറത്ത് വെച്ചിട്ട് കിടന്നു. അപ്പോൾ നേരം വെളുക്കുമ്പോൾ നല്ല അലിഞ്ഞ് പാകത്തിലിരിക്കും കേട്ടോ. പിന്നെ മീൻ നെത്തോലി ഇന്നലെ അതും പ്രമോദേട്ടൻ വന്നപ്പോഴും മേടിച്ചിട്ട് വന്നതാണ്. അതിനെ എടുത്ത് വെള്ളത്തിലോട്ട് ഇട്ടു. പിന്നെ മുരിങ്ങയ്ക്കയും മാങ്ങയും ചക്കക്കുരുവും ഉള്ളി എല്ലാം കൂടെ ഇട്ടൊരു തോരൻ ഉണ്ടാക്കണം. പിന്നെ ചക്ക വെച്ചൊരു എരിശോരി ഉണ്ടാക്കണം. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ കറികൾ. മീൻ വറുക്കാമെന്ന് വിചാരിച്ചു. നെത്തോലി മീൻ വറുക്കണം. പിന്നെ ഒരു തൈര് കലക്കിയെടുക്കണം. ഉള്ളി എല്ലാം കൂടെ ചതച്ചിട്ട് തൈര്, കാരണം ഇപ്പോൾ ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് തൈര് കലക്കിയെടുക്കാമെന്നേ. പിന്നെ ചോറ് വാർത്തിട്ടു. പിന്നെ ഇതിനെല്ലാത്തിൻ്റെ അരവരച്ചെടുത്ത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോന്ന് പെട്ടെന്ന് നമ്മൾ അരിഞ്ഞ് പറക്കിയൊക്കെ വെച്ചാൽ പെട്ടെന്ന് അടുപ്പൊഴിയുന്നതനുസരിച്ച് നമുക്ക് പെട്ടെന്ന് വേവിച്ചെടുക്കാമേ. ചക്കയും ഞാൻ അടുപ്പിലോട്ട് വെച്ച് തോരത്തിനുള്ളതും അടുപ്പിലോട്ടാക്കിയിട്ടുണ്ട്. ചക്ക ഒരൊറ്റ വിസിലിൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും കേട്ടോ. ഒരൊറ്റ വിസിൽ കേൾക്കുമ്പോൾ നമ്മൾ അപ്പോൾ തന്നെ തുറക്കാതിരുന്നാൽ മതി കേട്ടോ. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് തുറക്കുമ്പോഴത്തേക്കും ചക്ക നല്ല പാകമായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഒരൊറ്റ വിസിൽ വെന്ത് കിട്ടും. പിന്നെ ഇതാ അച്ഛൻ എന്നെ കണ്ടപ്പോഴേ ഓടി മതിലാടി പോകണേ. ഇത് അമ്മയും മോളുമാണ്. ഇത് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ ഒരു തേല് കണ്ടോ, നല്ല വിഷമുള്ളതാണ് ഇത് കേട്ടോ. പിള്ളേരെയൊക്കെ ഇറുക്കണതാണ് ഈ സാധനം. അത് വന്നിരിപ്പുണ്ടേ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ തോരത്തുള്ളതായിട്ടുണ്ട്. ഞാൻ തോരത്തിന് അരച്ചിട്ടു, ചക്കയ്ക്കും അരച്ചിട്ട്. പിന്നെ മീൻ നുള്ളാനായിട്ട് വെളിയിലോട്ട് പോയി. അപ്പം നേരെ നല്ല പുലർന്നിട്ടില്ലേ. പിന്നെ എനിക്ക് കൂട്ടായിട്ട് നമ്മുടെ പൂച്ചകളുണ്ടല്ലോ, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞാൻ എൻ്റെ ക്യാമറാമാൻ എഴുന്നേറ്റില്ല, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് തന്നെയായിരുന്നു. ഞാൻ പിന്നെ മീനും വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തു. പിന്നെ അപ്പോഴേക്കും ഞാൻ പാലും കൂടെ അടുപ്പി വെച്ചിട്ടാണ് പോയത്. പിന്നെ കുടിക്കാനുള്ള വെള്ളം എടുക്കണമായിരുന്നു. ഇന്ന് കറിവേപ്പില വെള്ളം ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് വെള്ളം എടുക്കാൻ പോയി. പിന്നെ നമ്മുടെ ഒരു പൂവേ, നമ്മളിത് വാങ്ങിച്ച് നട്ട റോസായണേ. അതിൻ്റെ പൂ പൂത്തിട്ട് കുറേ ദിവസമായി. അത് പൊഴിഞ്ഞു പോകുന്നതേ ഇല്ല കേട്ടോ. പിന്നെ ചെറിയ മഴക്കാറുണ്ട്. പിന്നെ നെത്തോലി മീൻ വറുക്കാനായിട്ട് എടുത്തിട്ടു. ഞാൻ ഗ്യാസിൽ തന്നെ വറുത്തെടുത്തിട്ടു അടുപ്പിൽ. അപ്പോഴേക്ക് കുടിക്കാനുള്ള വെള്ളം ഇട്ടു. പിന്നെ ഞാൻ ഗ്യാസിൽ തന്നെ വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ചോറിനുള്ളതെല്ലാം ആക്കിയിട്ടുണ്ട്. ഇനി കാപ്പിക്ക് പുട്ടും പഴവും പപ്പടവും ആയിരുന്നേ. അതൊക്കെ എടുത്ത് വെച്ചു. പ്രമോദനുള്ള ചായ ഒഴിച്ചു വെച്ചു. പിന്നെ ശ്രീധുവിന് രാവിലത്തേക്ക് കഞ്ഞിയാണ്, അവന് പനിയായിരുന്നു. പിന്നെ ദേവുവിനെ റെഡിയാക്കി വിട്ടു. ഇതൊക്കെയായിരുന്നു